വണ്ടി വന്നിട്ട് കുറെ നേരമായല്ലോ. എത്താറായില്ലേ കൂടെ? അപ്പൊ നീ അറിഞ്ഞില്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം പന്തലിട്ടാലേ വണ്ടി വരുന്ന കാത്തിക്ക ഞങ്ങള്. അതിനെന്തിനാ ആശാനെ ഈ നടു റോഡിൽ നിൽക്കണത്? അല്ലാതെ പിന്നെ എവിടെ നിക്കണത്? ഈ പന്തലിട്ടത് ഈ റോഡിലല്ലേ? ആശാനെ ഈ റോഡിലോ? ആ. അപ്പൊ വണ്ടികൾക്കൊന്നും ഈ വഴിക്ക് പോണ്ടേ? വണ്ടികൾ തൽക്കാലം അപ്പുറത്തെ റോഡിൽ കൂടി പോട്ടേന്ന്. എന്റെ കല്യാണം ഈ റോട്ടിൽ വെച്ച് നടത്തിയാണെന്ന് നല്ല ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് വട്ടണ് വല്ല പോലീസും വന്ന് കൊണ്ടുപോകുമ്പോ സമാനായിക്കോളും. വേണ്ട ദാസ, ഞങ്ങളെ പാർട്ടിയുടെ ആൾക്കാരാ. ആശാനെ ഈ ചെയ്യണത് തെറ്റല്ലേ? സ്കൂള്, ആശുപത്രി, കോടതി ഇതൊക്കെ ഉള്ളതല്ലേ ഇവിടെ അടുത്തായിട്ട്? അവിടേക്ക് പോണവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതൊക്കെ സഹിക്കാനേ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാന്നേ. എല്ലാത്തിനപ്പുറത്ത് കോടതി എന്ന സംവിധാനം ഉണ്ട്. മറുപടി പറയേണ്ടി വരും ആശാൻ. ഓ പിന്നെ ഇതൊക്കെ എല്ലാ പാർട്ടിക്കാരും ചെയ്യണതാണെന്നേ. റോഡ് സൈഡിലും കിട്ടും, റോഡിലും കിട്ടും, റോഡ് ബ്ലോക്ക് ആക്കി ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ നാട്. 10 മണി കഴിഞ്ഞ ഒരു മൈക്ക് സെറ്റ് ഓണാക്കിയാൽ പോലും പോലീസ് പിടിക്കും. അത്രയ്ക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സാണ്. എന്തായാലും നിങ്ങളെ പൊക്കും. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളെ തൊടില്ല. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മുടേത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കണം. എന്നാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് വരാനുള്ള ചില മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ അതിമനോഹരങ്ങളായിട്ടുള്ള കടൽ തീരങ്ങൾ, നമ്മുടെ മനോഹരങ്ങളായിട്ടുള്ള മലനിരകൾ, നമ്മുടെ സ്വന്തം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം, ഇതൊക്കെ കാണാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അവരിങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് നമുക്കൊരു വലിയ സമ്പത്ത് ഉണ്ടാക്കി തരും. പ്രധാനമായും നല്ല റോഡുകൾ വേണം. നമ്മുടെ ചില റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമ മുറികളുണ്ട്. കിടക്കാനുള്ള സൗകര്യം, വിശ്രമിക്കാനുള്ള സൗകര്യം, നല്ല ടോയ്ലറ്റ്. മണിക്കൂറിനാണെങ്കിലോ 50 രൂപയേ ഉള്ളൂ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ ഒരു നിശ്ചിത അകലത്തിലുണ്ടായാൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഉള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയല്ല വേണ്ടത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ടൂറിസ്റ്റുകളും കൂടി ഇങ്ങോട്ട് വരാണ്ടാവും. അവരിപ്പോ വന്നില്ലാന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലേ. പീയൂഷേ, ഈ റോഡ് യാത്ര ചെയ്യാനുള്ളതാ, അല്ലാതെ പന്തലിട്ടാനുള്ളതല്ല. ഭരിക്കണ പാർട്ടിയുടെ ആൾക്കാരായ നിങ്ങൾ തന്നെ ഇത്തരം തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയാൽ നാളെ അത് ആർക്കും ചെയ്യാനുള്ള ഒരു പ്രചോദനമാവില്ലേ? പീയൂഷേ, പന്തല് നമുക്ക് പറമ്പിലേക്ക് മാറ്റാം. അതെ ആശാനെ, അതാ നല്ലത്. എന്റെ കല്യാണം ഈ റോട്ടിൽ നിന്ന് മാറ്റി.